ദുഃഖദുരിതം നീക്കി എന്നെ സന്തോഷത്താൽ നിറയ്ക്കുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് 2 പേരാണ്. ഒന്ന് ഒരു വെൽവിഷറാണ്. വെൽവിഷർ പറയുന്നത് തൻ്റെ മകൻ MBBS കഴിഞ്ഞിട്ട് അടുത്ത പഠനത്തിനായിട്ട് അവർ ആഗ്രഹിക്കുന്നിടത്ത് മോന് ഹൗസ് സർജൻസി ചെയ്യാൻ കഴിയണമെന്നാണ്. നമുക്കൊരു നിമിഷം അമ്മോന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ ആ മകനെ അനുഗ്രഹിക്കുന്ന കർത്താവെ, അമ്മോൻ്റെ ഭാവിയുടെ മേൽ, പഠനത്തിനു മേൽ കർത്താവെ, ഇവർ ആഗ്രഹിക്കുന്ന പോലെ, ഇവർ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഈ മോനെ അനുഗ്രഹിക്കുന്നു. ഈ മോൻ്റെ ഭാവിയുടെ മേൽ നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. അതേപോലെ തന്നെ മൂത്ത മകനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. താനൊരു ഗവൺമെൻറ് സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കുന്നു. ഇപ്പോൾ താൻ വിദേശത്തായിരിക്കുന്നു. ദൈവിക കരുതലിനായി സ്തോത്രം ചെയ്യുന്നു അപ്പാ. തൊടുന്നതിലെല്ലാം വലിയ ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ശ്രേഷ്ഠത വെളിപ്പെടട്ടെ അപ്പാ. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. അതേപോലെ തന്നെ തൻ്റെ ഫാമിലി പൂനെയിലായിരിക്കുന്നു കർത്താവെ. ആ മകൻ്റെ കുടുംബം അനുഗ്രഹത്തോടായിരിക്കണമപ്പാ. ദൈവിക കരുതലിലായിരിക്കണമപ്പാ. ദൈവിക നിറവിൽ ആ കുടുംബം സൂക്ഷിക്കപ്പെടട്ടെ അപ്പാ. കർത്താവെ, ഇബ്രാഹിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഒരു ആരോഗ്യത്തോടായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു അപ്പാ. അതേപോലെ തൻ്റെ ഭാര്യയ്ക്ക് വിസ റിന്യൂ ചെയ്ത് കിട്ടണമപ്പാ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും നിൻ്റെ കൃപ ചലിക്കുന്നതോർത്ത് നന്ദി പറയുന്ന കർത്താവേ. നിൻ്റെ കൃപ ചലിക്കുന്നതോർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഈ കുടുംബം അനുഗ്രഹത്തോടും ദൈവിക സമൃദ്ധിയോടും സന്തോഷത്തോടും കർത്താവേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ കരുതലിൽ ഈ കുടുംബമായി തീരട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു സ്പോൺസറും കൊണ്ടുണ്ട്. അത് പത്തനംതിട്ടയിൽ നിന്നും മിനിയാണ്. സിസ്റ്റർ പറയുന്നത് തൻ്റെ മകൾക്ക് 8 വർഷമായി കുഞ്ഞുങ്ങളില്ല. IVFൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു നിമിഷം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. ദൈവത്തിനും വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാകുന്നു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവാൻ കർത്താവ് പറഞ്ഞിരിക്കുക. ദൈവത്തിൻ്റെ ഹിതമാണത് കർത്താവെ. ഈ മോളുടെ ലൈഫിൽ അത് ഉണ്ടായി വരട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അടുത്ത റിസൾട്ട് വരുമ്പോൾ പോസിറ്റീവ് എന്ന് കേൾക്കട്ടെ അപ്പാ. അപ്പോൾ അടുത്ത റിസൾട്ട് വരുമ്പോൾ പോസിറ്റീവ് എന്ന് കേൾക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്ന യേശുവേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ. അവിടുത്തെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ അപ്പാ. കർത്താവിൻ്റെ അത്ഭുതം വെളിപ്പെടട്ടെ അപ്പാ. ദൈവത്തിൻ്റെ നിറവ് അപ്പാ മോളുടെ മേൽ ചലിക്കട്ടെ അപ്പാ. കർത്താവെ, അപ്പോൾ ആ ഉദരത്തെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. ആ ഉദരത്തെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് മകനായി സ്തോത്രം ചെയ്യുന്നപ്പോൾ മകൻ്റെ ലൈഫിലും കർത്താവിൻ്റെ കൃപ ചലിക്കട്ടെ. ഈ കുടുംബം അനുഗ്രഹത്തോടെ ആകണം, ദൈവിക സമൃദ്ധിയോടെ ആകണം. കർത്താവിൻ്റെ നിറവ് അനുഭവിക്കണം അപ്പോൾ ഓരോ മേഖലയിലും അത് അനുഭവിക്കട്ടെ അപ്പോൾ. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്ന കർത്താവേ. മകന് നല്ലൊരു ജോലി ലഭിക്കണം അപ്പാ. മകനെ അനുഗ്രഹിക്കുന്ന കർത്താവേ. മകന് നല്ലൊരു ജോലി ഉണ്ടാകട്ടെ. ദൈവിക അത്ഭുതങ്ങൾ കൊണ്ട് ഈ വീട് നിറയട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ കർത്താവ് ചലിച്ചുവെന്ന് നമുക്ക് വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറയാം.
ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഗ്ലോറിയസ് ലൈഫിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഗ്ലോറിയസ് ലൈഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ അതെങ്ങനെയാണ്, നമുക്കത് അനുഭവിക്കാൻ കഴിയുമോ? ഞാൻ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമോ? എപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കും? നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തതയില്ല. എന്നാൽ ഇന്നത്തെ മെസ്സേജ് ഗ്ലോറിയസ് ലൈഫിനെ കുറിച്ചിട്ടാണ്. അത് നിങ്ങൾ അനുഭവിക്കണമെന്നതാണ് കർത്താവിൻ്റെ ഇഷ്ടം. അനുഭവിക്കണമെന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾ ഗ്ലോറിയസ് ലൈഫിലാണ് ആയിരിക്കുന്നത്. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. അത് നിങ്ങളുടെ ലൈഫിനെ, ചിന്താഗതികളെ ഒക്കെ മാറ്റുവാനിടയാകട്ടെ. The beginning of the glorious life is when you receive the glorious spirit in your spirit. എപ്പോഴാണോ നിന്റെ മഹത്വകരമായ ജീവിതം ആരംഭിച്ചതെന്നറിയാമോ? എപ്പോഴാണോ നിനക്ക് മഹത്വത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വസിക്കാൻ തുടങ്ങിയത്, ആ നിമിഷം മുതൽ നീ മഹത്വകരമായ ജീവിതം നിന്റെ ജീവിതത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. That means you are already in the glorious life. എന്ന് വെച്ചാൽ നീ മഹത്വകരമായ ജീവിതത്തിൽ അകത്താണ് നീ ഇപ്പോൾ ജീവിക്കുന്നത്. Through the Holy Spirit. അത് പരിശുദ്ധാത്മാവിലൂടെ. I can see the glory is presenting here now. എനിക്കറിയാം ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നത് എനിക്ക് കാണാനായി സാധിക്കും. Come on, give a praise offering to Lord. അവനൊരു സ്തുതിയാഗം അർപ്പിച്ചോട്ടെ. Our blessing, our glorious life, we are waiting for it. നമുക്ക് മഹത്വകരമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. It may come. അത് വരാൻ ചിലപ്പോൾ അത് വരും. It may come. അത് വേണമെങ്കിൽ വരാം. That's what we believe. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. One day it will come. ഒരു ദിവസം അത് വരും. One day my healing come. ഒരു ദിവസം എന്റെ സൗഖ്യം വരും. One day my deliverance come. ഒരു ദിവസം എന്റെ വിടുതൽ വരും. One day my blessing come. ഒരു ദിവസം എന്റെ അനുഗ്രഹം വരും. It may come. അത് വരും. But it's not right, brother. അത് ശരിയല്ല സഹോദരാ. When you believe in Christ, that is the present time reality to you. നീ എപ്പോഴാണോ യേശുവിൽ വിശ്വസിക്കുന്നത്, അത് ആ സമയത്തുള്ള യാഥാർത്ഥ്യമാണ് സഹോദരാ. And the problem is people believe to receive healing that second or a split of second. ആൾക്കാർക്ക് ഒറ്റ സെക്കൻഡിൽ ഹീലിംഗ് വേണമെന്ന് ആഗ്രഹമുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. But they are not believing the glorious life within 1 second. പക്ഷേ മഹത്വകരമായ ജീവിതം ഒറ്റ സെക്കൻഡിൽ അവർ വിശ്വസിക്കുന്നില്ല. Rather, the glorious spirit of glory is resting upon you. That day you enter to the glorious life. മഹത്വത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വസിക്കുന്ന ആ നിമിഷം മുതൽ നീ മഹത്വകരമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. Can you please confess with me? എന്നോടൊപ്പം നിങ്ങൾ നേറ്റു പറയാമോ? The Holy Spirit is inside me. പരിശുദ്ധാത്മാവ് എന്റെ അകത്തുണ്ട്. The ability of God is inside me. ദൈവത്തിന്റെ കഴിവ് എന്റെ അകത്തുണ്ട്. The might of God is abides in me. ദൈവത്തിന്റെ ശക്തി എന്നിൽ വസിക്കുന്നു. I can live above my limitations. എനിക്ക് എന്റെ പരിധിക്ക് മുകളിൽ ജീവിക്കാനായി സാധിക്കും. That is why I am in the glorious life. അതുകൊണ്ടാണ് ഞാൻ മഹത്വമായ ജീവിതത്തിലായിരിക്കുന്നത്. Glorious life is my present our reality. മഹത്വകരമായ ജീവിതം എന്ന് പറയുന്നത് എന്റെ ഈ നിമിഷത്തെ യാഥാർത്ഥ്യമാണ്. Hallelujah. If you are believing, get into your inheritance now. Amen. നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നെങ്കിൽ ഈ നിമിഷം നിങ്ങൾ ആ അവകാശത്തിലേക്ക് കടന്നു ചെന്നാട്ടെ. Are you ready? നിങ്ങൾ റെഡിയാണോ? Just put a step and say, I am getting to my inheritance. നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരു ചുവട് വെച്ചിട്ട് പറഞ്ഞാട്ടെ, എന്റെ അവകാശങ്ങളിലേക്ക് ഞാൻ കയറി ചെല്ലുകയാണ്. Unending success. പരിധിയില്ലാത്ത ജയത്തിലേക്ക്. Unending success. പരിധിയില്ലാത്ത ജയത്തിലേക്ക്. Unending opportunities. പരിധിയില്ലാത്ത അവസരങ്ങളിലേക്ക്. Unending opportunities. പരിധിയില്ലാത്ത അവസരങ്ങളിലേക്ക്. Unending victories. പരിധിയില്ലാത്ത ജയത്തിലേക്ക്. Come on, that is your inheritance. അത് നിന്റെ അവകാശമാണ്. Let me tell you, this must be your this must be your confession. ഇത് ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, നിങ്ങൾ ഏറ്റു പറയുന്നത് ഇത് തന്നെ ആയിരിക്കണം. Say, the Holy Spirit is resting upon me. പറയണം, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. The ability of God is resting on me. ദൈവത്തിന്റെ കഴിവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. Hallelujah. The might of God is resting in me. ദൈവത്തിന്റെ ശക്തി എന്നിൽ വസിക്കുന്നു. That's why I can live a limitless life. അതുകൊണ്ടാണ് ഞാൻ പരിധിയില്ലാത്ത ജീവിതം ജീവിക്കുന്നത്. The life of God is in me. ദൈവത്തിന്റെ ജീവൻ എന്നിലുണ്ട്. That's why I can live a glorious life. അതുകൊണ്ട് എനിക്ക് മഹത്വകരമായ ജീവിതം ജീവിക്കാനായി സാധിക്കും. Come on, give a praise offering to Lord. ഒരു സ്തുതിയാഗം ദൈവത്തിന് അർപ്പിച്ചാട്ടെ. Hallelujah. Hallelujah.
That's why I entered to my inheritance. അതുകൊണ്ട് ഞാൻ എൻ്റെ അവകാശങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. Listen, the Holy Spirit is resting upon her. പരിശുദ്ധാത്മാവിടെ മേൽ വസിക്കുന്നു. Ability of God is in her. ദൈവത്തിന്റെ കഴിവ് അവിടെ മേലുണ്ട്. From that day, she is limitless. ആ ദിവസം മുതൽ അവൾ പരിധിയില്ലാത്തവളാണ്. She entered to the glorious life. അത് മഹത്വകരമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. He entered to the inheritance. അവന്റെ അവകാശങ്ങളിലേക്ക് പ്രവേശിച്ചു. That day onwards, no more hindrance in your life. അതിനുശേഷം This is the reality. അതിനുശേഷം അവർക്ക് മറിഞ്ഞിരിക്കുന്നതായ ഒന്നുമില്ല. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. Listen, ശ്രദ്ധിച്ചാലും she filled with the Spirit. അത് ആത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്നു. He is filled with the ability of God. ദൈവത്തിന്റെ കഴിവിനാൽ She നിറയപ്പെട്ടിരിക്കുന്നു. filled with the power of God. ദൈവത്തിന്റെ ശക്തിയാൽ That's നിറയപ്പെട്ടിരിക്കുന്നു. why she become a limitless curse. അതുകൊണ്ടാണ് അവൾ പരിധിയില്ലാത്തവളായിരിക്കുന്നത്. She entered to the glorious life. അവൾ മഹത്തരമായ ജീവിതത്തിലേക്ക് From പ്രവേശിച്ചു. that day, unending victories. ആ ദിവസം മുതൽ പരിധിയില്ലാത്ത From ജയം. that unending opportunities. ആ ദിവസം മുതൽ This പരിധിയില്ലാത്ത is the അവസരങ്ങൾ. Christian life. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. Laka raka solo koro koro. You have been brought into the higher realm of existence. നിങ്ങളെ പരിധിയില്ലാത്ത ജീവിതത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. Say to your neighbor, you are brought into higher realm of existence. മഹത്വകരമായ ജീവിതത്തിലേക്കാണ് നിങ്ങളെ For an വിളിക്കപ്പെട്ടിരിക്കുന്നത്. exceptional life. അത് മികവുറ്റ ജീവിതത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Please be seated. ഇരുന്നാലും So now I know when I receive the Holy Spirit, from that day I am living the glorious life. ഞാൻ എങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആ ദിവസം മുതൽ ഞാൻ മഹത്വകരമായ ജീവിതത്തിലാണ് ജീവിക്കാനിടയായിരിക്കുന്നത്. Another doubt come into my spirit. ഒരു വേറെ സംശയം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനിടയായി. I know Holy Spirit is upon me. എനിക്കറിയാം പരിശുദ്ധാത്മാ എൻ്റെ ഉള്ളിലുണ്ടെന്ന്. I know the power is inside me. എനിക്കറിയാം ദൈവത്തിന്റെ ശക്തി എൻ്റെ അകത്തുണ്ടെന്ന്. But why it is not manifesting? പക്ഷെ എന്തുകൊണ്ടാണ് അത് വെളിപ്പെട്ടു വരാത്തത്? So ask your neighbor, why it is not manifesting? അടുത്തുള്ള വ്യക്തിയോട് ചോദിച്ചേട്ടെ, എന്തുകൊണ്ടാണ് അത് വെളിപ്പെട്ടു വരാത്തത്? If why it is not a present our reality to me? അത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് അനുഗ്രഹമായി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാത്തത്? Why it is not? അത് എന്തുകൊണ്ടാണ്? Do you want to hear that? നിങ്ങൾക്കത് കേൾക്കണമെന്നുണ്ടോ? When she received the Holy Spirit, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സമയത്ത് truly she received the power. സത്യമായി അവൾ ശക്തിയെ പ്രാപിച്ചിട്ടുണ്ട്. But I want to ask a question to her. ഞാൻ ഒരു ചോദ്യം അവളോട് ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. When she saw the power in her life, എപ്പോഴാണ് അവളുടെ ജീവിതത്തിൽ അവളെ ശക്തിയെ കാണുവാനിടയായത്? can I say? ഞാൻ പറയട്ടെ, When she had the awareness of the power, that time she saw the power. എപ്പോഴാണോ ആ ശക്തിയെ കുറിച്ചുള്ള ബോധ്യം അവിടെ ഉള്ളിലുണ്ടായത്, ആ സമയത്ത് അവൾ ശക്തിയെ കാണുവാനിടയാകും. Can I go to little more deeper? ഞാൻ കുറച്ചും കൂടെ ആഴത്തിൽ പോകട്ടെ. Are you following me? നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ടോ? Why she is not seeing every time the power of the Holy Spirit? എന്തുകൊണ്ടാണ് എല്ലാ സമയം പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കാണാനായി When she സാധിക്കാത്തത്? pray, അവൾ പ്രാർത്ഥിക്കുന്ന she is സമയത്ത് seeing. അവൾ കാണുവാനായി ഇടയാകും. When she is in the presence, she is experiencing. സാന്നിധ്യത്തിലായിരിക്കുന്ന സമയത്ത് അതിനെ അനുഭവിക്കാൻ ഇടയാകും. Most of the people, even though are praying, they are not experiencing. Even though we are in the church, we are present, they are not experiencing. കൂടുതൽ ആൾക്കാരും ആ ഒരു പ്രസൻസിലായിരിക്കുമ്പോഴും അത് അനുഭവിക്കാൻ ഇടയാകുന്നില്ല. അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് അനുഭവിക്കാൻ ഇടയാകുന്നില്ല. My daughter is different. എൻ്റെ മകള് വ്യത്യസ്തമാണ്. While she is praying, we can see the manifestation. That means the power is manifesting. അവൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് വെളിപ്പെടുത്തൽ നമുക്ക് കാണാനായി സാധിക്കും. കാരണം അവിടെ ഉള്ളിലായിരിക്കുന്ന ശക്തി അത് വെളിപ്പെടുന്നുണ്ട്. Can I ask you a question? How many of you believe the Holy Spirit is resting upon you? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടെന്ന്? Ask to their neighbor, truly you believe it? അടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് ചോദിച്ചാൽ നീ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ടോ? Then ask another person, why the Holy Spirit come upon you? അടുത്ത വ്യക്തിയോട് ചോദിച്ചോട്ടെ, എന്തിനാണ് പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നത്? Do you think it's like a wind? അതൊരു കാറ്റ് പോലെയാണോ? Finish? അത് കാറ്റ് പോലെ വന്നു പോയോ? No. ഇല്ല. He's resting with his power. അവൻ നിന്റെ അകത്ത് വസിക്കുകയാണ് അവന്റെ ശക്തിയോടുകൂടി. But we never know and knew about the power of the Spirit. പക്ഷെ നമുക്ക് ആത്മാവിന്റെ ശക്തിയെ കുറിച്ച് നമുക്ക് ബോധ്യമില്ല അല്ലെങ്കിൽ അറിവില്ല. It is a head knowledge.
അത് തലയിലുള്ള ഒരു അറിവ് മാത്രമാണ്. If you walk with the knowledge and confess it, slowly it will manifest in your life. നിങ്ങൾ ആ അറിവ് കൊണ്ട് നടക്കാനായി തുടങ്ങിയതിന് ശേഷം നിങ്ങൾ അത് ഏറ്റു പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരുവാനായി തുടങ്ങും. She have a knowledge, the power is inside. അവൾക്ക് അറിവുണ്ട്, ആ ശക്തി അവിടെ അകത്തുണ്ടെന്ന്. How it is come out from her? How it come out from her? അവൾക്ക് ഒരു അറിവുണ്ട്, അവിടെ അകത്ത് ശക്തി ഉണ്ടെന്ന്. പക്ഷെ എങ്ങനെ അത് പുറത്തു വരുവാനിടയാകും? You have to allow it. നിങ്ങൾ അതിനെ അനുവദിക്കേണ്ടത് ആവശ്യമാണ്. How can we allow the Holy Spirit power to manifest? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് വെളിപ്പെട്ടു വരുവാൻ നമ്മൾ അനുവദിക്കേണ്ടത്? First thing, ഒന്നാമത്തെ കാര്യം, you have to hold on the word. നിങ്ങൾ വചനത്തെ മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ്. Oh, say, last week we share about it. Do you remember that? നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇത് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Hold the word. വചനത്തെ മുറുകെ പിടിക്കണം. Hold on. Hold tightly on the word. ആ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കാനിടയാകണം. And those which word you hold on it, you have to confess that word. നിങ്ങൾ ഏത് വചനമാണോ മുറുകെ പിടിച്ചത് അത് നിങ്ങൾ ഏറ്റുപറയാനിടയാകണം. Those when you confess the word, you have to imagine that things is happening. നിങ്ങൾ ഏത് വചനമാണോ ഏറ്റുപറഞ്ഞത് അത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ ദൃശ്യ രൂപത്തിൽ നിങ്ങൾ കാണുവാനിടയാണ് അത് സംഭവിക്കാൻ പോകുന്നു എന്ന്. And you have to see through the eyes of faith. നിങ്ങൾ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ അത് നോക്കി കാണുവാനിടയാണ്. See through the revelation of the truth. ദൈവിക സത്യങ്ങളിലൂടെ ആ വെളിപ്പാടുകളെ കാണുവാനിടയാകണം. ദൈവത്തിന്റെ സത്യത്തിന്റെ വെളിപ്പാടിലൂടെ നീ കാണണം, എൻ്റെ അകത്ത് ശക്തിയുണ്ട്, അത് വെളിപ്പെടുകയാണ്. എൻ്റെ അകത്ത് ശക്തിയുണ്ട്, അത് ഞാൻ ഏറ്റുപറയുകയാണ്. എൻ്റെ അകത്ത് ശക്തി വെളിപ്പെടുന്നത് ഞാൻ ഇമാജിൻ ചെയ്യുകയാണ്. എൻ്റെ അകത്ത് ശക്തി വെളിപ്പെടുന്നത് എൻ്റെ അകത്തെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ആ നിമിഷം മുതൽ അത് ഓട്ടോമാറ്റിക്കലി വെളിപ്പെടാൻ തുടങ്ങും. I think it's a little bit deeper thing. I try to explain little more. എനിക്കറിയാം ഇത് കുറച്ച് ആഴമേറിയ കാര്യമാണെന്ന്, എന്നാലും അത് ലഘൂകരിച്ച് പറയാൻ ഞാൻ ശ്രമിക്കാം. ഞാൻ ശ്രമിക്കാം. You will understand it. നിങ്ങൾക്കത് മനസ്സിലാകാനിടയാകും. So that means when the Holy Spirit come, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് വരുമ്പോ the power already come. അപ്പൊ ശക്തി വന്നു കഴിഞ്ഞു. So when the power is inside you, അപ്പൊ ശക്തി നിന്റെ അകത്തുള്ള, now you want to see the manifestation. നിനക്കിപ്പോ വെളിപ്പെടുത്തൽ കാണേണ്ട ആവശ്യമാണ്. അത് തുറന്നു വരണം, വെളിപ്പെട്ടു വരണം. How is it? എങ്ങനെയാണ്? First thing, you have to hold that word. ഒന്നാമത്തെ കാര്യം, നീ വചനത്തെ മുറുകെ പിടിക്കേണ്ട ആവശ്യമാണ്. ഏത് മേഖലയിലാണോ ദൈവശക്തി വെളിപ്പെടേണ്ടത് ആ മേഖലയിലുള്ള വാക്യത്തെ മുറുകെ പിടിക്കണം. Right. And second thing, you have to confess. രണ്ടാമത്തെ കാര്യം, നിങ്ങളത് ഏറ്റു പറയണം. While you are confessing, you have to imagine it is manifesting. നിങ്ങൾ അത് ഏറ്റു പറയുന്ന സമയത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം അത് വെളിപ്പെട്ടു വരുന്നു എന്ന് ഇമാജിൻ ചെയ്യണം. More than 30 years I am a believer. 30 വർഷത്തിക്കുള്ള ഞാൻ വിശ്വാസിയായിരുന്നു. I don't know how can I allow the power of God to manifest. I don't know. എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്താൻ ഇടയാകുന്നത്. I am giving a solution to you. ഞാൻ നിങ്ങൾക്കൊരു സൊല്യൂഷൻ ആണ് പറഞ്ഞു തരുന്നത്. If you take it like a message, it will not work for you. അതൊരു സന്ദേശമായി മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, but if you ready to exercise on what I am sharing, I am challenging you, it will manifest to your life. നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാനായി പോകുന്നു. I learned this secret more than 20 years before. 10 years before. ഞാൻ ഈ സത്യം 10 വർഷത്തിന് മുമ്പ് ഞാൻ ഇത് I മനസ്സിലാക്കി. know believing, I know fasting, I know praying, but this truth I don't know before. എനിക്ക് വിശ്വാസം അറിയാമായിരുന്നു, എനിക്ക് ഉപവാസം അറിയാമായിരുന്നു, പക്ഷെ ഈ സത്യം എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. Hold the word what God spoke to you. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന വചനത്തെ മുറുകെ പിടിച്ചാട്ടെ. Hold it tightly. അവനെ മുറുകെ പിടിച്ചാട്ടെ. Can you say hallelujah? Hallelujah. And you have to confess it. നിങ്ങൾ എന്നിട്ട് അത് ഏറ്റു പറയണം. When you confess it, imagine it is happening through. നിങ്ങൾ അത് ഏറ്റു പറയുന്ന സമയത്ത് നിങ്ങൾ കാണുവാനിടയാകണം അത് നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്നതെന്ന്. സങ്കൽപ്പിക്കണം. അത് ഏറ്റു പറയുമ്പോൾ സങ്കൽപ്പിക്കണം. നിന്റെ അകത്തെ ചിത്രങ്ങളിൽ കാണണം, സങ്കൽപ്പിക്കണം, ഇമാജിൻ ചെയ്യണം.
പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും ഗ്ലോറിയും എല്ലാം എൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. ഞാനത് എൻ്റെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്, അവൻ്റെ ശക്തി എൻ്റെ ഉള്ളിലുണ്ട്, ആ മഹത്വം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എത്രത്തോളം അറിവിലേക്കും ബോധത്തിലേക്കും വരുന്നുവോ അത്രത്തോളം എനിക്കത് അനുഭവിക്കുവാനായി കഴിയും. ഹല്ലേലൂയ. ഓരോ മെസ്സേജ് കേൾക്കുമ്പോഴും അതെന്നോട് ചിലത് സംസാരിക്കുന്നത്, അത് നിങ്ങളോട് ചിലത് സംസാരിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ സ്റ്റാൻഡേർഡിലേക്ക് അല്ലെങ്കിൽ ആ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ജീവിത നിലവാരത്തിലേക്ക് നമ്മൾ വരേണ്ടതിനാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. മീൻ ആ മഹത്വമുള്ള ലൈഫിലേക്ക് അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരണമെന്നത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. മീൻ അതിനെ അനുഭവിച്ചാട്ടെ. ബ്ലെസ് യു. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. കർത്താവ് ചെയ്ത വലിയൊരു സാക്ഷ്യവുമായിട്ടാണ് ഈ സഹോദരി വന്നിരിക്കുന്നത്. ഈ സഹോദരിയുടെ പേര് ശ്രീജ എന്നാണ്. കോഴിക്കോട് കൊയിലാണ്ടി നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. കൊയിലാണ്ടി നിന്നാണ്. ഈ സിസ്റ്റർ കഴിഞ്ഞ 8 വർഷമായിട്ട് ബ്ലീഡിംഗിൽ ഭാരപ്പെടുകയായിരുന്നു. 8 വർഷമായിട്ട്. എന്നാൽ കഴിഞ്ഞ മാർച്ച് 8 നമ്മുടെ കണ്ണൂർ പബ്ലിക് മീറ്റിംഗിൽ ഈ സഹോദരി വിശ്വാസത്തോടെ കടന്നു വന്നു. ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു. കർത്താവ് തൊട്ടു ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായി. കണ്ണൂർ മീറ്റിങ്ങിന് വന്നതാണ്. കണ്ണൂർ മീറ്റിങ്ങിന് ചേച്ചി വന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് ദൂത് പറഞ്ഞു. അന്ന് 8 വർഷമായിട്ട് ചേച്ചിക്ക് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ നടന്നതാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 7 മാസമായി. പിറ്റേത്തെ മാസം തന്നെ എനിക്ക് റെഡിയായി വന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ആവേണ്ടതുകൊണ്ടാണ് സാക്ഷ്യം പറയാതിരുന്നത്. കഴിഞ്ഞ മീറ്റിങ്ങിന് ഞാൻ ഇവിടെ വന്നിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞ് അതിനുശേഷം പിറ്റേ മാസം മുതൽ നോർമലായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആമേൻ പറഞ്ഞേ. 8 വർഷമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. 8 വർഷമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 8 മാസമായിട്ട് 9 മാസമായിട്ട് തനിക്ക് നോർമലാണ്. ഒന്ന് കൈകളടിച്ച് ഒരു ആമേൻ പറയാം. ഞാൻ ചേച്ചിയോട് അങ്ങോട്ട് ദൂത് പറയുകയാണോ ചെയ്തേ? ഞാൻ ഈ കാര്യം ചേച്ചിയോട് ദൂത് പറഞ്ഞു. അന്ന് മുതൽ കർത്താവ് പ്രവർത്തിച്ചു. അതൊരു വലിയ കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ചില ആളുകൾ എന്നെ കളിയാക്കുന്ന കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ദൂത് പറയുന്നു പറഞ്ഞിട്ട്. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ 8 മാസമായ കാര്യമാണ്. യേശു കൊടുത്ത സൗഖ്യവും വലുതാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. യേശു ചെയ്ത നന്ദിക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. ദൈവം ചെയ്യുന്ന ഓരോ അനുഗ്രഹത്തെയും അല്ലെങ്കിൽ നന്മകളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവെ, എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും എവിടെയോ ഏതോ ദിശയിൽ അല്ലെങ്കിൽ ഏതോ നാട്ടിലായിരിക്കുന്നവരാണ് പറയുന്നത്. പക്ഷേ ആ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർ അനുഭവിച്ച അതേ ദൈവസാന്നിധ്യം കർത്താവെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ജീവിക്കുന്ന ഒരു ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ ലൈഫിലെ ചില സംശയങ്ങൾക്ക് മറുപടിയെ നൽകുകയാണ് കർത്താവെ. അപ്പോൾ അവിടുത്തെ സ്നേഹത്തിനും കൃപയ്ക്കുമൊക്കെ ആയിട്ട് നന്ദി പറയുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നല്ലോ അപ്പാ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നല്ലോ അപ്പാ. നിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ കർത്താവെ. ഈ വീടുകളിൽ ഓരോ ദിവസവും അത്ഭുതങ്ങളുണ്ടാകട്ടെ, മിറക്കിൾസ് ഉണ്ടാകട്ടെ, അത്ഭുതങ്ങളുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കർത്താവെ സാന്നിധ്യത്തിൻ്റെ നിറവ് ഈ വീടുകളിൽ ചലിക്കട്ടെ അപ്പാ. കർത്താവെ, ചില വീടുകളിൽ നിന്ന് ഇല്ലായ്മ മാറിപ്പോകട്ടെ അപ്പാ, ഇല്ലായ്മ മാറിപ്പോകട്ടെ അപ്പാ. അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവർ പലരുമുണ്ട്. പക്ഷേ ആ വീട്ടിലെപ്പോഴും ഇല്ല എന്ന് പറയുന്ന വാക്കുകളാണ്. അയ്യോ പഞ്ചസാരയില്ല, അയ്യോ അതില്ല, ഇതില്ല, ഇങ്ങനെ പറയുന്ന ഒരു ദാരിദ്ര്യത്തിൻ്റെ അനുഭവമാണ് ആ വീട്ടിലുള്ളത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവെ, ആ വീട്ടിൽ നിന്നത് പടിയിറങ്ങട്ടെ അപ്പാ, ആ വീട്ടിൽ നിന്നത് പടിയിറങ്ങട്ടെ അപ്പാ, ആ വീട്ടിൽ നിന്നത് പടിയിറങ്ങട്ടെ അപ്പാ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. നിറവ് ചലിക്കട്ടെ അപ്പാ, എല്ലാ കാര്യങ്ങളിലും ആ നിറവ് ചലിക്കട്ടെ അപ്പാ. കർത്താവേ, എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞ് ഒഴുകുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി യേശുവേ. അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എനിക്കൊരു വ്യക്തിയും കൂടെ കാണാം. കൊന്ന പോലെ എന്തോ ഒരു മരമാണ്, എനിക്ക് ആ മരം വ്യക്തമാകുന്നില്ല. അതിന് മഞ്ഞത്തൊലിയുള്ള ഒരു മരം. അത് മുറിക്കുകയാണോ ഒടിഞ്ഞു വീഴുകയാണോ അതെന്തോ സംഭവിച്ചതിനെ തുടർന്ന്
തൻ്റെ ശരീരത്തിൽ ചില പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഒന്നീ അതിൻ്റെ കമ്പ് കുത്തി മുറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് തൻ്റെ ഷോൾഡറിലോ മറ്റോ വീണിട്ട് ചില പ്രയാസമുണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. തൻ്റെ ശരീരത്തിനേറ്റ ആ ക്ഷതത്തിൽ നിന്നും കർത്താവ് വിടുവിക്കുന്നത് കാണാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി യേശുവേ. അപ്പോൾ അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി അപ്പ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി യേശുവേ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി അപ്പ. ഈ കുടുംബങ്ങളിൽ ദൈവിക അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ അപ്പ. ഈ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അവിടുത്തെ അത്ഭുതങ്ങൾ അപ്പ ഓരോ വ്യക്തികളും അനുഭവിക്കട്ടെ അപ്പ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.